ഗുരുവായൂർ തകർക്കണം. ഗുരുവായൂരപ്പരിൽ വിശ്വസിക്കുന്ന, ഗുരുവായൂർ നടയിൽ നിന്നിട്ട് ഈ ഗുരുവായൂരിൽ ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറയുന്ന ഒരു MLA ഇവിടെ ഉണ്ടോ? വിളക്ക് കത്തിക്കുന്നത് ഹറാമാണെന്ന് പ്രഖ്യാപിക്കുന്ന ഒരു MLA, ഗുരുവായൂർ അമ്പലം എന്ന് പറയുന്നത് മിത്താണ് എന്ന് പറയുന്ന വേറൊരു MLA. അപ്പോൾ ഈ ഗുരുവായൂർ ക്ഷേത്രവും അതിൻ്റെ ചൈതന്യവും അതിൻ്റെ പരിപാവനത്വവും എല്ലാം നിറഞ്ഞു നിൽക്കുന്ന ഗുരുപവനപുരിയിൽ ഈ വിരുദ്ധ സമീപനമുള്ളവരല്ലേ ഇവിടെ MLA മാരായി വരുന്നത്? എന്തുകൊണ്ട് ഈ പാർട്ടികൾ, ഇടതുപക്ഷവും വലതുപക്ഷവും, ഞാൻ വീണ്ടും 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 ഉന്നയിക്കുകയാണ്, എന്തുകൊണ്ടാണ് ഇടതുപക്ഷവും വലതുപക്ഷവും ഈ ഗുരുവായൂരിൽ ഒരു ഹിന്ദു MLA വെൽക്കാത്തത്? ബി ഗോപാലകൃഷ്ണൻ ഗുരുവായൂരിൽ വരവറിയിച്ചു കഴിഞ്ഞു. പാട്ടും ആട്ടവും അതുപോലെ തന്നെ ശക്തമായ പ്രചരണങ്ങളും പ്രസംഗങ്ങളുമായി കത്തിക്കയറുകയാണ്. അതിനിടയിലാണ് അല്പം വിവാദങ്ങളുമുണ്ട്. കഴിഞ്ഞ ദിവസമാണ് ബി ഗോപാലകൃഷ്ണൻ നമ്മോട് വ്യക്തമാക്കിയത് തൃശ്ശൂർ ഗുരുവായൂരിൽ ഒരു ഹിന്ദു MLA വേണം, നിലവിലുള്ള ഹിന്ദു വികാരം വിരുദ്ധരായ MLAകളാണ് ഉള്ളത്, അതുകൊണ്ട് തന്നെ അതിനൊരു മാറ്റം വരണമെന്നടക്കമുള്ള പ്രസ്താവന നടത്തി. അതിനെതിരെയുള്ള വിവാദങ്ങളും വിഷയങ്ങളും അതുപോലെ പ്രതികരണങ്ങളൊക്കെ മുന്നേറുകയാണ്. ഇപ്പോൾ ബി ഗോപാലകൃഷ്ണൻ നമ്മോടൊപ്പം ചേരുന്നു. അങ്ങനെ കൊടുങ്ങല്ലൂരിൽ നിന്ന് ഗുരുവായൂർ വന്ന് അങ്ങ് എന്താ ഇവിടുത്തെ അവസ്ഥ? ഇവിടെ ഇരു കൈയും നീട്ടി സ്വീകരിക്കുകയാണ് ഗുരുവായൂരപ്പൻ്റെ ഭക്തജനങ്ങൾ. ഈ നാട്ടിൽ വികസനം ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്നവർ BJPയുടെ ഒപ്പം ചേരുന്നുണ്ട്. കാരണം ഞാനിന്ന് രാവിലെ ചാവക്കാട് കടപ്പുറത്ത് പോയി. ആ ചാവക്കാട് കടപ്പുറത്ത് നിങ്ങൾക്ക് പോയാൽ കാണാം, അവിടെ ഈ ഏതാണ്ട് 50 ലക്ഷം 25 ലക്ഷം 50 ലക്ഷം രൂപ ചിലവാക്കിക്കൊണ്ട് കുടിവെള്ള പദ്ധതി, അതിൻ്റെ ഉള്ളിലിപ്പോൾ പൂച്ച പെറ്റു കിടക്കുക, നായ്ക്കളുണ്ട്, കുടിവെള്ളമില്ല. അപ്പോൾ ആ നാട്ടിലെ ജനങ്ങൾ ആവശ്യപ്പെടുന്നതൊന്നും, ഗുരുവായൂർ മണ്ഡലത്തിലെ ജനങ്ങൾ ആവശ്യപ്പെടുന്നതൊന്നും കൊടുക്കുന്നില്ല. ഇവിടെ അഴുക്കുചാൽ പദ്ധതി എൻ്റെ ഓർമ്മ വച്ച കാലം മുതൽ തന്നെ കേൾക്കുന്നതാണ്. അഴുക്കുചാൽ, ഈ നാട്ടിലെ മുഴുവൻ മാലിന്യങ്ങളും അഴുക്കുചാലിലൂടെ ഒഴുക്കിവിട്ട് ഈ നാട്ടിലെ സാധാരണക്കാരൻ്റെ വീടുകളിൽ കിണർ വെള്ളത്തിൽ അങ്ങേയറ്റം മാലിന്യമാണ്. ഏത് കിണറിലെ വെള്ളമെടുത്ത് പരിശോധിച്ചാലും ആ പരിശോധിച്ച റിപ്പോർട്ടൊക്കെ ഞങ്ങളുടെ കയ്യിലുണ്ട്. ഈ അടിസ്ഥാന വിഷയങ്ങളിൽ പോലും പരിഹാരമില്ല. ഒരു അടിസ്ഥാന വിഷയത്തിലില്ല, കുടിവെള്ളത്തിലില്ല. ഏറ്റവും മാരകമായ പ്രശ്നമാണ്. എല്ലാ വീടുകളുടെയും കിണറുകൾക്കുള്ളിൽ ക്ലോറോഫോം അല്ലെങ്കിൽ മാലിന്യവുമായി ബന്ധപ്പെട്ടത് നിറഞ്ഞു നിൽക്കുകയാണ്. എന്തുകൊണ്ടാണ് ഇവിടുത്തെ MLA മാർ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കാത്തത്? ജയിച്ചു വന്ന ആളുകൾ മാത്രമല്ല, നല്ലൊരു ഗതാഗത സൗകര്യമില്ല. അന്തർദേശീയ തീർത്ഥാടന കേന്ദ്രത്തിൽ വരുന്ന ആളുകൾ, ഭക്തജനങ്ങൾ ഭഗവാനെ ഓർത്തിട്ടാണ് ഇവന്മാരെ അടിക്കാത്തത്. ഇല്ലേ സകലണത്തിന് അടിച്ചിട്ടുണ്ടാവും, ഭഗവാനെ ഓർത്തിട്ടാണ്. കാരണം നമുക്ക് തന്നെ സങ്കടം വരും. ഇത്ര ദൂരത്തുനിന്ന് വരുന്ന ആളുകൾ, അവരെ എങ്ങനെയാണ് ദേവസ്വവും എങ്ങനെയാണ് ഇവിടുത്തെ ഭരണകൂടവും സ്വീകരിക്കുന്നത്? ഇതെന്തൊരു കഷ്ടമാണ്. ഇതിനൊക്കെ കാരണം ഈ ഭരണകൂടങ്ങൾക്ക് ഒന്ന് വികസനം വേണ്ട, രണ്ട് ഗുരുവായൂർ തകർക്കണം. ഗുരുവായൂരപ്പരിൽ വിശ്വസിക്കുന്ന, ഗുരുവായൂർ നടയിൽ നിന്നിട്ട് ഈ ഗുരുവായൂരിൽ ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറയുന്ന ഒരു MLA ഇവിടെ ഉണ്ടോ? വിളക്ക് കത്തിക്കുന്നത് ഹറാമാണെന്ന് പ്രഖ്യാപിക്കുന്ന ഒരു MLA, ഗുരുവായൂർ അമ്പലം എന്ന് പറയുന്നത് മിത്താണ് എന്ന് പറയുന്ന വേറൊരു MLA. അപ്പോൾ ഈ ഗുരുവായൂർ ക്ഷേത്രവും അതിൻ്റെ ചൈതന്യവും അതിൻ്റെ പരിപാവനത്വവും എല്ലാം നിറഞ്ഞു നിൽക്കുന്ന ഗുരുപവനപുരിയിൽ ഈ വിരുദ്ധ സമീപനമുള്ളവരല്ലേ ഇവിടെ MLA മാരായി വരുന്നത്? എന്തുകൊണ്ട് ഈ പാർട്ടികൾ, ഇടതുപക്ഷവും വലതുപക്ഷവും, ഞാൻ വീണ്ടും 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 ഉന്നയിക്കുകയാണ്, എന്തുകൊണ്ടാണ് ഇടതുപക്ഷവും വലതുപക്ഷവും ഈ ഗുരുവായൂരിൽ ഒരു ഹിന്ദു MLA വെൽക്കാത്തത്? ഞാൻ ഒറ്റ കാര്യം ചോദിക്കട്ടെ. ഇവിടെ കൃഷ്ണദാസ് എന്ന് പറയുന്ന ഒരു മുനിസിപ്പാലിറ്റി ചെയർമാനുണ്ട്. ആ കൃഷ്ണദാസ് 2 പ്രാവശ്യം ചെയർമാനായി. മനസ്സിലാവുണ്ടോ? ഈ ഇവിടുത്തെ ഇപ്പോഴത്തെ CPMൻ്റെ MLA ചാവക്കാട് മുനിസിപ്പൽ ചെയർമാനായിരുന്നു, ഒറ്റ പ്രാവശ്യം. അയാൾ ചാവക്കാട് മുനിസിപ്പൽ ചെയർമാനായി നേരെ സ്ഥാനക്കയറ്റം കൊടുത്തു. എന്തേ കൃഷ്ണദാസിന് കൊടുത്തില്ല? അപ്പോൾ വളരെ കൃത്യമാണ് കാര്യങ്ങൾ കൃത്യമാണ്. ഗുരുവായൂർ ഒരു ഹിന്ദു MLA ഉണ്ടാവാൻ പാടില്ല എന്നുള്ളത് ഇവരുടെ താല്പര്യമാണ്. ആ താല്പര്യം ഞാൻ തുറന്നു കാട്ടും. അതിൻ്റെ പേരിൽ കേസല്ല. ഇവർ എന്ത് വിചാരിച്ചാലും എനിക്കൊരു ചുക്കുമില്ല. ഹിന്ദു വിഷയങ്ങൾ അതിശക്തമായി ഉന്നയിക്കും. ഹിന്ദു വിഷയങ്ങൾ ഉന്നയിക്കുന്നത് തെറ്റാണ് എന്ന് ഒരാൾ പറഞ്ഞാൽ അത് അംഗീകരിക്കാൻ സാധ്യമല്ല. മതം 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 മതമാണ് എനിക്കെല്ലാം എന്ന് പറയുന്ന മതേതര കക്ഷികൾക്കൊരു വിഷമവുമില്ല. അവരൊക്കെ മതേതര കക്ഷികളാണ്. 10 വർഷം നഷ്ടപ്പെട്ട സാമുദായിക നേട്ടമുണ്ടാക്കാനാണ് ഞങ്ങൾ നിൽക്കുന്നത്. ഞങ്ങളുടെ മുഖമുദ്ര മതമാണെന്ന് പറയുന്നതിനെക്കുറിച്ച് ആർക്കും ഒന്നും മിണ്ടാനില്ല.
ബി ഗോപാലകൃഷ്ണൻ ഈ നാട്ടിലെ ഹിന്ദുക്കൾക്ക് വേണ്ടി സംസാരിക്കും. അതെന്ത് ആരെതിർത്താലും ശരി ഹിന്ദുക്കൾക്ക് വേണ്ടി സംസാരിച്ചിരിക്കും. അതിനർത്ഥം ഞാനൊരു മറ്റേതെങ്കിലും മതവുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ വിരോധമുണ്ട് എന്നതിനർത്ഥമില്ല. ഞാൻ ചോദിക്കട്ടെ, നീതിബോധമുള്ള ന്യായബോധമുള്ള മുസ്ലിം സമൂഹത്തിലെ നല്ലവരായിട്ടുള്ള ആളുകൾ ഞാൻ പറയുന്നത് കേൾക്കും. എനിക്ക് ധാരാളം മുസ്ലിം സുഹൃത്തുക്കൾ ഗോപാലകൃഷ്ണൻ പറഞ്ഞതാണ് ശരി. ഞാൻ ഇന്ന് കോടതിയിൽ പോയപ്പോൾ എൻ്റെ അടുത്ത് കുറച്ച് ആൾക്കാർ പറഞ്ഞു നിങ്ങൾ പറഞ്ഞതാണ് ശരി. ഇതൊന്നും ഒരു മതത്തിനോ ജാതിക്കോ ഭാഷയ്ക്കോ വേഷത്തിനോ വർണ്ണത്തിനോ ഒന്നും എതിരല്ല. ഇതൊരു സത്യസന്ധമായ കാര്യം. ഇവിടെ ഹിന്ദുക്കളുടെ കാര്യം ആരെങ്കിലും പറഞ്ഞാൽ അതൊക്കെ വർഗീയതയാണ്. അങ്ങനെ വർഗീയതയാണെങ്കിൽ ഞാനൊരു 10 പ്രാവശ്യം ഹിന്ദുക്കൾക്ക് വേണ്ടി മാത്രം സംസാരിക്കും, ഹിന്ദുക്കൾക്ക് വേണ്ടി സംസാരിക്കും, ഹിന്ദുക്കളെ അവഗണിക്കുന്നതിന് എതിരായി ശബ്ദം ഉയർത്തും. അതിലൊരു കോംപ്രമൈസും ഇല്ല. ഇപ്പോൾ ഈ ന്യൂനപക്ഷങ്ങൾ പ്രധാനമായും വിധി നിർണ്ണയിക്കുന്ന ഒരു മണ്ഡലമാണ്. പ്രത്യേകിച്ച് മുസ്ലിം കമ്മ്യൂണിറ്റിക്ക് വലിയ ഇതിൽ സ്വാധീനമുള്ള ഇവിടെ എന്തെങ്കിലും ചലനം ഉണ്ടാക്കാൻ നിങ്ങൾക്ക് കഴിയുമെന്ന് തോന്നുന്നു? ന്യൂനപക്ഷങ്ങൾ മുഴുവൻ BJP ക്ക് എതിരാന്ന് ആര് പറഞ്ഞു? അങ്ങനെയൊന്നുമില്ല. ന്യൂനപക്ഷം ഒന്ന് ഇവിടെ 52% ഹിന്ദു പോപ്പുലേഷനാണ്, ഭൂരിപക്ഷം ഹിന്ദു സമൂഹമാണ്. പിന്നെ ന്യൂനപക്ഷ വിഭാഗങ്ങൾ ശക്തമായിരുന്ന സ്ഥലത്താണല്ലോ BJP ജയിച്ചു വരുന്നത്. ന്യൂനപക്ഷം BJP ക്ക് എതിരാണെന്നൊന്നും പറയുന്നതിൽ അർത്ഥമില്ല. ഇവിടുത്തെ മുസ്ലിം സമൂഹവും ഇവിടുത്തെ ക്രൈസ്തവ സമൂഹവും ഈ നാട്ടിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ആനുകൂല്യങ്ങൾ, ആ പദ്ധതികൾ, ആ ഗവൺമെൻറ്റുമായി മുന്നോട്ട് വെക്കുന്ന വികസന കാര്യങ്ങൾ അതൊക്കെ എത്രയാ ആനന്ദിച്ച് സന്തോഷിച്ച് സ്വീകരിക്കുന്നവരാണ് ഈ നാട്ടിലെ ജനങ്ങൾ. അതിൽ ഭൂരിപക്ഷം ന്യൂനപക്ഷമൊന്നുമില്ല. ഒരു പദ്ധതി പോലും ഏതെങ്കിലും ഒരു പ്രത്യേക മതവിഭാഗത്തിന് എന്നില്ല. നിങ്ങൾ നടത്തിയ പ്രസ്താവന, ഇന്നലെ നടത്തിയ പ്രസ്താവനയ്ക്കെതിരെ പരാതികളൊക്കെ പോയിട്ടുണ്ട്. എന്താണ് ഈ കാര്യത്തിൽ നിലപാട്? പരാതി കൊടുക്കുന്നതിന് വിവരമില്ലാത്തതുകൊണ്ടാണ്. പരാതിയിലെ ഭയപ്പെടുത്തണ്ട. ഞാനൊരു വക്കീലാണ്. ഭയപ്പെടുത്തിയിട്ടൊന്നും സത്യസന്ധമായ കാര്യങ്ങൾ പറയുന്നതിൽ നിന്ന് എന്നെ നിശബ്ദനാക്കാം എന്ന് വിചാരിക്കണ്ട. പറയേണ്ടത് പറയുക തന്നെ ചെയ്യും. പറയേണ്ടവരുടെ മുഖത്ത് നോക്കി ചെയ്യും. പറയേണ്ടവരുടെ മുഖത്ത് നോക്കി പറയുകയും ചെയ്യും. അതിനകത്തൊന്നും ഒരു വിട്ടുവീഴ്ചയില്ല. പരാതി കൊടുക്കുന്നവർക്ക് കൊടുക്കാം. ഞാനൊരു വക്കീലാണ്. പ്രത്യേകിച്ച് എനിക്കൊരു വക്കീലിൻ്റെ ആവശ്യമില്ല. ഞാനത് നേരിട്ടോളാം. ഈ വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കി വോട്ട് നേടുക എന്നതാണ് ലക്ഷ്യം എന്നുള്ളതാണ് പ്രധാനമായിട്ട് ഉയരുന്ന ആരോപണം. വർഗീയ ധ്രുവീകരണം എന്നിട്ട് വോട്ട് നേടുക. ഞാൻ ചോദിക്കട്ടെ, കോൺഗ്രസിൻ്റെ തൃശ്ശൂരിലെ സ്ഥാനാർത്ഥി ആരായിരുന്നു? എന്നോട് ജെയ്സൺ ചോദിച്ചൊരു ചോദ്യമുണ്ട്. ചേച്ചിയെ കാണിച്ച് അനിയത്തിയെ കെട്ടിയെന്ന് പറഞ്ഞല്ലോ. ഞാനത് തിരിച്ചു പറയാം. ഇത്ര നാളും ചന്ദ്രമോഹനായിരുന്നില്ലേ സ്ഥാനാർത്ഥി? എങ്ങനെ സ്ഥാനാർത്ഥി പെട്ടെന്ന് അങ്ങ് മാറിയേ? അവിടുത്തെ ബിഷപ്പ് വിളിച്ച് പറഞ്ഞപ്പോൾ സ്ഥാനാർത്ഥി മാറി. ലത്തീൻ കത്തോലിക്ക സഭയിലെ ഒരു സ്ഥാനാർത്ഥിയെ കിട്ടാൻ വേണ്ടി കേരളത്തിൽ പരക്കം മാഞ്ഞില്ലേ? ഇടതും വലതും ലത്തീൻ കത്തോലിക്ക സഭ ആ സ്ഥാനാർത്ഥി വേണം. മലപ്പുറത്തെ ഹിന്ദുക്കളില്ലേ? മലപ്പുറത്തെ ഹിന്ദുക്കളുണ്ടല്ലോ. എന്നാൽ മലപ്പുറത്ത് മുസ്ലിം ലീഗ് മതേതരത്വമല്ലേ? എന്നാൽ മലപ്പുറത്ത് ഒരു സ്ഥാനാർത്ഥി, ഒരു ഹിന്ദു സ്ഥാനാർത്ഥിയെ നിർത്തായിരുന്നില്ലേ? ഇവർക്കൊന്നും ഇതൊരു പ്രശ്നമേ അല്ല. അവരൊക്കെ മതം നോക്കി സ്ഥാനാർത്ഥിയെ നിർത്തും, മതം നോക്കി പെൻഷൻ കൊടുക്കും, മതം നോക്കി വീട് കൊടുക്കും, മതം നോക്കി ബാക്കി എല്ലാം കൊടുക്കും. BJP ഒരക്ഷരം മിണ്ടാൻ പാടില്ല. BJP ഹിന്ദുക്കളുടെ കാര്യം പറഞ്ഞാൽ അത് വലിയ പ്രശ്നം. ഞാൻ ഗുരുവായൂർ ക്ഷേത്രം എന്ന് പറഞ്ഞതാണ് വലിയ പ്രശ്നം. അങ്ങനെയാണ് ശബരിമല ക്ഷേത്രത്തിൻ്റെ പേര് പറഞ്ഞിട്ടാണല്ലോ എല്ലാവരും ഇപ്പോൾ വോട്ട് പിടിക്കുന്നത്. അത് പ്രശ്നമില്ലേ? ഞാൻ പറയേണ്ട കാര്യങ്ങൾ പറയും. അത് ആർക്ക് വേണമെങ്കിലും എതിർക്കാം. എനിക്കൊരു വിരോധമില്ല. ഞാൻ നീതിക്കും നിയമത്തിനും യുക്തിക്കും ഉള്ളിൽ നിന്നുകൊണ്ടേ സംസാരിക്കൂ. പറഞ്ഞതിന് സ്വീകാര്യത കിട്ടുന്നുണ്ടോ മണ്ഡലത്തിൽ? അല്ല, ഞാൻ വന്നപ്പോൾ തന്നെ ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ, എന്നെ ഇരു കൈയും കൂട്ടിയിട്ടാണ്, ഇരു കൈയും നീട്ടി ഈ ഗുരുവായൂരിലെ ജനങ്ങൾ, വികസനം ആഗ്രഹിക്കുന്ന ജനങ്ങൾ, നരേന്ദ്രമോദിയെ ഇഷ്ടപ്പെടുന്ന ജനങ്ങൾ, കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പദ്ധതികളിൽ ആകർഷകരായ ജനങ്ങൾ, മോറോവർ ഈ ഗുരുവായൂർ ക്ഷേത്രത്തിൻ്റെ വികസനം ആഗ്രഹിക്കുന്നവർ എന്നെ സ്വീകരിക്കുന്നുണ്ട്, സ്വീകരിക്കുകയും ചെയ്യും. ന്യൂനപക്ഷ വിഭാഗത്തിൽ നിന്ന് വലിയൊരു ശതമാനം വോട്ട് എനിക്ക് നേടാൻ കഴിയും. കാരണം മുസ്ലിം ന്യൂനപക്ഷവും ക്രിസ്ത്യൻ ന്യൂനപക്ഷവും ഇവിടെയുണ്ട്. മുസ്ലിം ന്യൂനപക്ഷത്തിലെ ആളുകളാണ് എന്നെ ചാവക്കാട് വെച്ച് പറഞ്ഞത്, ഗോപാലകൃഷ്ണൻ ഞങ്ങളുടെ വോട്ട് ഗോപാലകൃഷ്ണനാണ്. എത്രയോ ആളുകൾ പറയുന്നു. പിന്നെ BJPക്ക് വോട്ട് ചെയ്യാത്ത തെറ്റിദ്ധാരണയിൽ നടക്കുന്ന കുറേ ആളുകളുണ്ട്. അവർ സുരേഷ് ഗോപിക്ക് വോട്ട് ചെയ്തിട്ടില്ല. അതൊക്കെ സ്വാഭാവികമാണ്. ജനാധിപത്യത്തിൽ എല്ലാവരും വോട്ട് ചെയ്യാൻ പറ്റുമോ? വോട്ട് ചെയ്യുന്നവർ ചെയ്യട്ടെ, ചെയ്യാത്തവർ ചെയ്യണ്ട. പക്ഷെ നമ്മൾ മുന്നേറും. ഏതായാലും തികഞ്ഞ ആത്മവിശ്വാസമാണ് ഗോപാലകൃഷ്ണന്. താൻ പറഞ്ഞതിൽ ഉറച്ചു നിൽക്കുന്നു. അത് വലിയ രീതിയിൽ പ്രചരണ വിഷയമാക്കി മാറ്റുക എന്ന് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. റിപ്പോർട്ടർ ജെയ്സൺ, റിപ്പോർട്ടർ തൃശ്ശൂർ.